أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി ആൻഡ് വിസ്ഡം വേൾഡ് കർണാടക ಇದರ ಅಧೀನത്തിലായിട്ട് നടക്കണങ്ങനത്തെ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 4ാമത്തെ നാളിലായിട്ട് ഇക്കിരുന്നങ്ങ ഒത്തുകൂടിരെ സൂറത്തുൽ കഹ്ഫിടെ തുടക്ക ഭാഗത്തെ 8 ആയത്തുമായിട്ട് ഇക്കിരുന്നങ്ങ ഇതുവരെ വിശദീകരിച്ചത്. ഇതിലെ ക്ലാസ്സിലെ തുടക്കത്തിൽ ചൊന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി അങ്ങനത്തെ ഒരു വിഷയറ്റിക്കർ സൂറത്തുൽ കഹ്ഫിടെ 10 ആയത്തുങ്ങ നല്ലോണം മനസ്സിലാക്കിയിട്ട് ആരದರ ഹിഫ്ലാക്കിടാണ് അവനുകു ദജ്ജാളുടെ ഫിത്നയിൽ നിന്നിട്ട് രക്ഷപ്പെടുക. അവിടെ ദജ്ജാളുടെ ഫിത്നയിൽ നിന്നുള്ള ഒരു രക്ഷ അവനുകു ഇക്കടിച്ചുള്ളൊരു വിഷയ. അപ്പോൾ ഈ തുടക്കത്തിൽ അങ്ങ് ചൊന്നങ്ങനത്തെ വിഷയ അത് ആഴമായിട്ട് ಅದರ ಬಗ್ಗೆ ഗാഢമായിട്ട് ചിന്തനാക്കിയെങ്കിൽ ദജ്ജാളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക ഞങ്ങളെ കൊണ്ട് സാധ്യമാവും. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് അല്ലാഹു താല എടുത്തു ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകു അല്ലാഹു തആല ഖുർആൻ എന്ന വലിയൊരു മഹത്തരമായ ഗ്രന്ഥം അല്ലാഹു തആല കൊടുത്ത വിഷയമാണ്. ആ ഖുർആൻ ഒരേ ഒരു തപ്പില്ലാത്ത രൂപത്തിൽ, നേരായ രൂപത്തിൽ, ബാക്കിയുള്ളതെല്ലാം നേരാക്കട രൂപത്തിൽ നല്ലൊരു നിഅമത്തായിട്ട് അല്ലാഹു തആല ഖുർആൻ്റെ നമുക്ക് തന്നാച്ചുള്ള വിഷയ. ആ ഖുർആൻ അതിരെ വിരുദ്ധമായിട്ട്, ആ ഖുർആൻ ചൊല്ല ആശയത്ത് വിരുദ്ധമായിട്ട് പണ്ടങ്ങനത്തെ എല്ലാ ആശയത്ത് ശക്തമായിട്ടുള്ള അങ്ങനത്തെ വാർണിംഗ് കൊടുക്കുന്നതായിട്ടിക്കറ്, അതിനെ അംഗീകരിക്കുന്ന ആൾമാർക്ക് വലിയ ഓഫർ കൊടുക്കുന്നതായിട്ടിക്കറ് എന്നെല്ലാം അല്ലാഹു തആല അതിൻ്റെ തുടക്കത്തിൽ ചൊന്ന. അതുപോലെ ആ ഖുർആൻ്റെ വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ, അല്ലെങ്കിൽ അല്ലാഹു തആല ഖുർആനിലെ പഠിപ്പാട്ടി അങ്ങനത്തെ ആ വിഷയത്തിന് വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയ, അല്ലാഹു തആലക്ക് സന്താനങ്ങളുണ്ട്, അല്ലാഹു തആലക്ക് മക്ക ഉണ്ട്, പെഞ്ഞായി മക്ക ഉണ്ട് ചൊല്ല വലിയൊരു ആരോപ, ഗംഭീരമായ ആരോപ, അതിൻ്റെ ബഗ്ഗെയാണ് പിന്നെ അല്ലാഹു തആല ചൊന്നത്. അത് ഒരു വിഷയ എടുത്തു ചൊന്നതാണ് ഞങ്ങൾ വിശദീകരിച്ചതുപോലെ. ആ രൂപത്തിൽ അള്ളാഹു പഠിപ്പാട്ടാത്ത കാര്യങ്ങൾ അള്ളാഹു തആല അമ്പിയാക്കന്മാരെ മുഖേനയായിട്ട് അള്ളാഹു പഠിപ്പാട്ടി അങ്ങനത്തെ വിഷയ അത് മനുഷ്യന്മാർക്ക് എത്തുപാട്ടാണ്ടെ സ്വന്തമായിട്ട് കുറേ പുതിയതായ ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ ദീനിൽ നിന്നിട്ട് ദൂറാക്കടങ്ങനത്തെ കാര്യങ്ങൾ ആക്കിയതിരെ ഈ ഖുർആൻ എന്താക്കിയിട്ട് ശക്തമായിട്ട് എതിർത്തോണ്ടുണ്ട്. പിന്നെ അല്ലാഹു തആല ചൊന്നത് ഇതൊക്കെല്ലാം യഥാർത്ഥത്തിൽ കാരണമാവിടെ, ഇതൊക്കെല്ലാം ഈ രൂപത്തിൽ ഖുർആൻ്റെ സ്വീകരിക്കാണ്ടിക്കുക, അള്ളാഹു ചൊന്ന ആശയെ സ്വീകരിക്കാണ്ടിക്കുക, അള്ളാഹു തആല ചൊല്ല ആശയത്തിന് വിഷയത്തിന് വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുക കാരണമാവിടെ ദുനിയാവിടട്ടുള്ള മോഹായിട്ടിക്കൽ. ആ ദുനിയാവ് അഥവാ ഭൂമിയുടെ മേലുള്ള വസ്തുങ്ങല്ല, അതെല്ലാം വെറും അള്ളാഹു തആല ജസ്റ്റ് ഒരു അലങ്കാരമായിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അത് നിങ്ങളെ പരീക്ഷിക്കുകയായിട്ട്, ആറ് ആ ദുനിയാവിൽ നിന്ന് താഴത്തിൽ ദൂറാവിടാറ് എന്ന് പരീക്ഷിക്കുകയായിട്ടാണ് അള്ളാഹു തആല ഉണ്ടാക്കിയത്. ദുനിയാവുടെ എല്ലാ സംഗതികളെല്ലാം അള്ളാഹു തആല ഒരു നാലല്ല പിന്നൊരു നാല് നശിപ്പിക്കട എന്ന കാര്യമാണ് അള്ളാഹു തആല ഈ തുടക്ക ഭാഗത്തുള്ള ആയത്തുങ്ങൾ ചൊന്നത്. അപ്പോൾ ഇത് ഒരാൾ യഥാർത്ഥത്തിൽ അതിനെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടെങ്കിൽ ഖണ്ഡിതമായിട്ട് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക. കാരണം എന്തേ, ദജ്ജാലിൻ്റെ ഫിത്ന ഉണ്ടാവുക ഈ വിഷയത്തിലാണ്. ഒന്നാമത് അവനു ദീൻ്റെ കാര്യത്തിൽ, ദീൻ്റെ വിശ്വാസത്തെ കാര്യത്തിൽ പല നമത്തിലുള്ള അങ്ങനത്തെ തെറ്റിദ്ധാരണങ്ങൾ, തപ്പു ആയിട്ടുള്ള അങ്ങനത്തെ പല അള്ളാഹുടെ ബഗ്ഗെയും ദേവരുടെ ബഗ്ഗെയുള്ള കൺസെപ്റ്റിലെല്ലാം തപ്പായ രൂപത്തിലുള്ള അങ്ങനത്തെ പല ആശയങ്ങളും പല വിവരണങ്ങൾ അവനൂടെ പ്രചാരാക്കട. അതായത് ഒന്നാമത് അവനു നാന് നബീൻട്ട് വാദിക്കട, അവസാനമായിട്ട് നാനേ അള്ളാഹുണ്ട് വാദിക്കട. അത് ചില ആൾമാർ, ഏത് മുസ്ലിം എന്ന് പേരുള്ള ചില ആൾമാർ പോലും അംഗീകരിക്കണം അങ്ങനത്തെ അവസ്ഥക്ക് ആ കാലത്തിൽ എത്താറുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ ചൊന്നു വെച്ചത്. നിങ്ങൾ നോക്കൊരു ഉണ്ട് ചില ആൾമാർ
വലിയ വലിയ കറാമത്തുങ്ങ കാട്ടറങ്ങനത്തെ ഔലിയാക്കന്മാർ എതിർക്കിട ആൾമാറുള്ളാർ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ വലിയ മുഅ്ജിസത്തുങ്ങ എതിർക്കിട ആൾമാറുള്ളാർ. ഇസ്രാ മിഅ്റാജ് പോലത്തെ നബി തങ്ങളെ മുഅ്ജിസത്ത് അത് അങ്ങനത്തെ ഒന്നും വലിയ നടന്നതല്ല, അതൊന്നും നടന്നിട്ടില്ല. മിഅ്റാജ് ചൊല്ല ആ ഒരു യാത്ര ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ ആക്കുകയാവില്ല, ഒരാളെ കൊണ്ടൊന്നും അങ്ങനത്തെ ഒരു ചെറിയൊരു ടൈമിൽ പോകുന്നു സാധ്യമില്ല. അതുപോലെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മർച്ചങ്ങളെ എണിപ്പാട്ടിയ ഔലിയാക്കന്മാരുള്ളവർ. അപ്പം അങ്ങനെ മർച്ചങ്ങളെ എണിപ്പാട്ടങ്ങനത്തെ ഔലിയാക്കന്മാർ അങ്ങനത്തെ ഒന്നും ശക്തിയില്ല എന്നെല്ലാം വാദിക്കിട ആൾമാരുള്ളാർ. അപ്പം അങ്ങനെ ഒരു പ്രಚಾರಾക്കിಡ ರೂಪ ಆ ഒരു ദീൻ അങ്ങനെ കൺസെപ്റ്റ് പ്രಕಾರ ഇതെല്ലാം അള്ളാഹുകായിട്ട് മാത്രം വെച്ചങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇക്കിട് വേറെങ്ങാറു ഇത് ആക്കുകയില്ലാണ്ടാണ്. അപ്പോൾ ദജ്ജാൽ വന്നിട്ട് ഈ രൂപത്തിലുള്ള വലിയ വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാട്ടുക. മരിച്ചങ്ങളെ എണിപ്പാട്ടറവണു, മലപറപ്പാട്ട, അങ്ങനെ ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളെ കാട്ടുക. അപ്പോൾ ആ അത്ഭുതകരമായ കാര്യമെല്ലാം കാട്ടുമ്പോൾ ഈ വിശ്വാസമുള്ള ആൾമാർ അത്ഭുത കാര്യങ്ങളല്ല, അത് അള്ളാഹു അവനുകായിട്ട് മാത്രം വെച്ചതാണ്, അവൻ്റെ അടിമകൊന്തും അത് കൊടുക്കില്ല എന്ന വിശ്വാസ ഉള്ളങ്ങനത്തെ മുസ്ലിം പേരുള്ള ആൾമാർ അണ്ട് ദജ്ജാളുടെ പുറത്തിൽ കൂടാറ്. കാരണം ദജ്ജാളുടെ മേവറു ഇലാഹായിട്ട് അള്ളാഹുവായിട്ട് കാണാറ്, ദജ്ജാളുടെ ഫിത്നയിൽ അങ്ങ് പൂണ്ടാറ്. അപ്പം ദീൻ്റെ കാര്യത്തിലുള്ള ദീൻ്റെ യഥാർത്ഥമായ വിശ്വാസം ഇല്ലാത്തങ്ങ ദീനിൽ അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും ആ റസൂലിൻ്റെ പിൻഗാമിയായിട്ട് വന്ന അസ്ഹാബും അതുപോലെ സലഫു സ്വാലിഹീങ് അതിൽ പിന്നെ വന്ന പണ്ഡിതന്മാർ നമുക്ക് പടിപ്പാട്ടി തന്നങ്ങനത്തെ ദീൻ്റെ വിശ്വാസത്തിൽ നിന്ന് തപ്പിപ്പോയ ആൾമാരെല്ലാം ദജ്ജാളുടെ ഫിത്നയിൽ നിന്ന് എന്തായാലും പോന്നു പോണ്ടാറ്. അപ്പോൾ അതിനെയാണ് അള്ളാഹു താല തുടക്ക ഭാഗത്തിൽ എച്ചരിക്ക തന്ന നമുക്ക്. ഒരു വാരക്കോരയുമില്ലാത്ത ഖുർആനിൽ കൃത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കൂ. ആ ഖുർആന് അള്ളാഹു താല കൊടുത്തത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറ്റിക്കറ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് വലിയ നമ്പിക്ക വേണം എന്നുള്ള കാര്യം. പിന്നെ അള്ളാഹു താല ചൊന്നത് ദുനിയാവ് ചൊല്ല കാര്യം. ഈ ദുനിയാവുടെ ഭൂമി ലോകത്തുള്ള മേലുള്ള വിഷയങ്ങളിൽ അള്ളാഹു താല ഉണ്ടാക്കിയത് അത് നിങ്ങളെ ടെസ്റ്റാക്കുകയായിട്ടുണ്ടാണ്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ ഏറ്റവും വലിയ അവൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാട്ടേ മനുഷ്യന്മാരെ അള്ളാഹുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ദൂറാക്കുകൂ. ദജ്ജാലാക്കടങ്ങനത്തെ വലിയ ഒരു അതുക്കുള്ള അവണു കാണ്ടങ്ങനത്തെ വലിയൊരു മാർഗം എന്തിനു ചൊന്നെങ്കിൽ ദുനിയാവുടെ ആൾമാർക്ക് ഇഷ്ടം പോലെ കൊടുക്കട, ദുനിയാവ് ഉണ്ടാക്കി കൊടുക്കട, വലിയ വലിയ സ്വത്ത് സമ്പത്തും ഉണ്ടാക്കി കൊടുക്കട, മല വേണായങ്ങു മല ഉണ്ടാക്കി കൊടുക്കട, നല്ല കൃഷി വേണായങ്ങു കൃഷി കൊടുക്കട, നല്ലോണം അവണു പല നമുത്തുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കട. അപ്പോൾ ദുനിയാവുടെ മോഹ കൂടിപ്പോയ ആൾമാർ എന്തായാലും ദജ്ജാലിൻ്റെ ഫിത്നയിൽ ഖണ്ഡിതമായിട്ട് പെട്ടുപോണ്ടാറ്. ഇണ്ട് നോക്കൊരു ഞങ്ങളെല്ലാവരും മുസ്ലിം എന്ന പേരിന്നെങ്കും മുഅ്മിനായ ആൾമാരുടെ ഞങ്ങൾ ചൊല്ലേണ്ടായെങ്കും ഞങ്ങളെ ഒരു ജീവിതശൈലി പോലും ഈ ദുനിയാവിലെ ഞങ്ങൾ പെർമനൻ്റായിട്ട് ജീവിക്കട എന്ന രൂപത്തിലാണ് ഞങ്ങളെ ജീവനശൈലി ഉള്ളത്. സുഖ സൗകര്യങ്ങൾ ഉള്ള ജാഗത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കുക മനസ്സില്ലേ. കഷ്ടമുള്ള ജാഗത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുക മനസ്സില്ല. കഷ്ടപ്പാടോടു കൂടെ ജീവിക്കുക ഞങ്ങൾ മനസ്സില്ല. എപ്പോഴും നല്ല സുഖത്തിലുള്ളങ്ങനത്തെ നല്ല ആഹാരങ്ങൾ കിട്ടണമെന്നിട്ടാണ് ഞങ്ങളെ ആഗ്രഹം. കഷ്ടപ്പാട് പറയുമ്പോൾ നമുക്ക് വലിയ ടെൻഷനായിട്ടിരിക്കും. സിറ്റിയിലാണ് എല്ലാവരും ജീവിക്കുക പ്രയത്നം ആക്കിക്കൊണ്ടില്ലേ. കഷ്ടപ്പാടുള്ളങ്ങനത്തെ ഹള്ളിയിൽ അതുപോലെ നല്ല അധ്വാനിച്ചിട്ട് സ്വറാക്കിയിട്ട് ജീവിക്കണായ ഗ്രാമപ്രദേശത്തിലല്ല ജീവിക്കുക ആരും വീണ്ടും മനസ്സില്ല. കാരണം വേണായ രൂപത്തിലുള്ള ഫുഡുങ്ങ വേണായ രൂപത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങൾ കിട്ടുന്ന ജാഗ സിറ്റി ആയിട്ടിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ജീവിക്കണമെന്നിട്ടാണ് മനുഷ്യന്മാരുടെ ആഗ്രഹം. അപ്പോൾ ആ രൂപത്തിലുള്ള ജീവനശൈലിയുള്ള ആൾമാർ വേഗത്തിൽ ദജ്ജാലിൻ്റെ ഫിത്നയ്ക്ക് പെട്ടുപോണ്ടാറ്. അപ്പോൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് ദൂരാവണുണ്ടെങ്കിൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണുണ്ടായെങ്കിൽ ഇക്കുണായ വലിയൊരു ബോധമായിട്ടിക്കർ അള്ളാഹു താല ഈ ആയത്തിൽ ചൊന്നര്. എന്തിനുണ്ട് ഈ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലുള്ള ആയത്തായിട്ട് അള്ളാഹു താല ചൊന്നരെ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഭൂമി ലോകത്തിലുള്ള നിങ്ങൾ കാണ്ടങ്ങനത്തെ ഈ ചന്തങ്ങ സുഖ സൗകര്യങ്ങളിൽ അള്ളാഹു താല ഉണ്ടാക്കിരെ നിങ്ങൾ സുഖിച്ചിട്ടുടമേ ജീവിക്കിടാൻ ചൊല്ലുടെ ബോധത്തിൽ ജീവിക്കുകയായിട്ടല്ല. ഇതെല്ലാം ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല തഫ്സീറിൽ കൊടുത്തതായിട്ട് നമ്മൾ കാണ്ട്. അയ്യുഹും അഹ്സനു അമല ചൊല്ലവിടെ അസ്ഹദ ലഹു, ആരാണ് ഈ ദുനിയാവിലൊട്ടിക്ക് യാർ സുഹുദ് കാട്ടുന്ന ആൾമാർ,
ದುನಿಯಾವುಡೆ ಯಾರ ತ್ಯಾಗ ಹಾಕುಗಾರು ಸನ್ನದ್ಧರಾയിട്ടുಳ್ಳಾರಂಟು ಟೆಸ್ಟ್ ಹಾಕೋಗುಬೇನಾയിട്ടാണ് ನಂಗೆ എന്താക്കിരേ ഈ ഒരു പിന്നെ ദുനിയാവൊരു ഈ ഒരു സുഖ സൗകര്യങ്ങൾ ഈ ചന്തങ്ങളെല്ലാം ഞങ്ങൾ ക്രിയേറ്റ് ആക്കിരേ ആരാണിതിൽ യാര ഒരു 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 ത്യാഗ മനോഭാവം ഇതെല്ലാം വേണ്ട എന്നൊരു മനോഭാവം ആറ് യാരെ കാട്ടാറുണ്ട് നോക്കുകയായിട്ട് വൈന്നാല ജാഇലൂനമ അലൈഹ സ്വഈദൻ ജുറുസ ಇದರ ಮೇಲುള്ളതെല്ലാം ഈ ചന്തമെല്ലാം ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഒരു നാളെ ഞങ്ങൾ കംപ്ലീറ്റ് മണ്ണാക്കി വിട്ര ഇതെല്ലാം ഒന്നുമില്ലാത്തതുപോലെ ധൂളിപ്പെട്ട അവിടെ അങ്ങനത്തെ ഒരു 4 ബണ്ട് അള്ളാഹു താല ചെന്നിട്ടില്ല. അപ്പോൾ ഈ ആയത്തുങ്ങളിലെ കൃത്യമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ബോധമുണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും ദജ്ജാലിന്റെ ഫിത്നയിൽ ഞങ്ങളൊന്ന് രക്ഷപ്പെടുകയുള്ളൂ. തുടർന്നിട്ട് അള്ളാഹു താല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് അള്ളാഹു താല ചെന്നിട്ടുള്ളത്. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا أم حسبت ഓ നബിയെ നിങ്ങൾ വിചാരിക്കടാറാ അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കഹ്ഫിന്റെ ഗുഹയുടെ ആൽമാറും അതുപോലെ റഖീം ചൊല്ലെ റായത്തെ ആൽമാർ കാനുമിൻ ആയാത്തിന അജബ ഞങ്ങളെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ചിട്ട് ഞങ്ങളെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുത അങ്ങനെ കാര്യട്ടിക്കർ അങ്ങനെ ചരിത്രയിട്ടിക്കറിട്ട് നിങ്ങൾ വിചാരിക്കിടാറാണ്ട് അള്ളാഹു താല ഖുർആനിൽ നബിത്തങ്ങളുടെ കേട്ടോണ്ടില്ലേ. അതായത് ഗുഹയുടെ ആൽമാർ 300 ചില്ലറ വർഷം വർക്കിലായിട്ട് അങ്ങ് വറങ്ങിട്ട് പിന്നെ അങ്ങ് രണ്ടാമത് എൻച്ച് വന്നാറ് ചൊല്ല അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ, അത് വലിയ സംഗതിയാണ്. അതേ ഇട്ടിക്കർ അള്ളാഹു അവിടെ അങ്ങനത്തെ അത്ഭുത കാര്യത്തിൽ വെച്ചിട്ട് വലിയ അത്ഭുതക്കാരെ അതേ ടിക്കറുണ്ട് നിങ്ങൾ വിചാരിക്കിടാറായിട്ടാണ് അള്ളാഹു താല കേട്ടോണ്ടില്ലേ. അതായത് ഈ ഗുഹയുടെ ആൽമാരെ വിഷയ അത് വലിയ അത്ഭുത ഇട്ടിക്കർ, പക്ഷേ അതേ വലിയൊരു അത്ഭുതമാണ്. അതിരക്കാണ് അപ്പുറത്തൊരു അത്ഭുതം ഇല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു താല അതിരക്കാണ് വലിയ അപ്പുറത്തെ അത്ഭുതകരമായ എത്രമാ പ്രവർത്തനങ്ങൾ കൂടെ അള്ളാഹു താല ആക്കി കാട്ടിയോണ്ടുള്ള ചിന്തിക്കുന്ന മനുഷ്യಗೂ പല നിലത്തുള്ള വലിയ വലിയ അത്ഭുതമായ രഹസ്യങ്ങളും അത്ഭുതമായ കാര്യങ്ങൾ അള്ളാഹുടെ ഈ സൃഷ്ടി ലോകത്തിൽ കാണുകയുള്ളൂ. അപ്പോൾ അത് വലിയ അത്ഭുത കാര്യമായിട്ട് വിചാരിക്കണ്ട, എന്നാലും അത് അത്ഭുത കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് അതിനെ ഇനി വിശദീകരിക്കാനായിട്ടാണ് അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. എന്താണ് ഗുഹയുടെ ആൽമാരെ ചരിത്രം? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമുടെ കാലത്തിൽ പിന്നെ ഉണ്ടായ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടിക്കർ ഈ ഗുഹയിൽ പിന്നെ ചില ആൾമാർ പോയിട്ട് വറങ്ങിട്ട് 300 ചില്ലറ വർഷം അങ്ങ് വർക്കിലായിട്ട് നിന്നിട്ട് അവസാനം എഞ്ച് വന്ന അങ്ങനത്തെ ഒരു ചരിത്രം. അതായത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബണ്ടേ ഒരു 500 വർഷം മുതൽ വന്ന ഒരു നബിയായിട്ടിക്കർ. അതായത് നബി തങ്ങ വന്ന മുതൽ ബന്ധങ്ങനത്തെ നബിയായിട്ടിക്കർ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ദീൻ്റെ നല്ലോണം പ്രചാരാക്കിയിട്ട് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ അനുയായിങ്ങായിട്ടിന്നങ്ങനത്തെ ഹവാരിയൂൻ ചൊല്ലങ്ങനത്തെ പിന്നെ ആൽമാർ അങ്ങും ദീൻ്റെ നല്ലോണം പ്രചാരാക്കിയാർ. ജെറുസലേമിലല്ലേ, അതായത് ഇന്നത്തെ ഇസ്രയേൽ പിന്നെ രാഷ്ട്രങ്ങളെല്ലാം കീഴടക്കുക നോക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ഫലസ്തീൻ്റെ ജെറുസലേം ഭാഗത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരെല്ലാം പിന്നെ ആ ഭാഗത്തിലെല്ലാം നല്ലോണം ദീന് പ്രചാരാക്കിയാൽ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ റായത്തിൽ രണ്ടാമതായിട്ട് റോമുടെ ആൽമാർ, അതായത് യൂറോപ്പിടെ റോം, ഇന്നത്തെ റോം പട്ടണം ഇറ്റലിയിലായിട്ടേക്ക് റോമില്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ യൂറോപ്പിടെ രാജാക്കന്മാരായിട്ടിന്നാർ ജെറുസലേം അടക്കുള്ളങ്ങനത്തെ ഭാഗങ്ങളെല്ലാം ആഡളിത്താക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ റോമുടെ ഒരു രാജാവ് ദഖിയാനൂസ് ചൊല്ല ഒരു രാജാവ് അവനായിട്ടിന്ന ഈ ഗുഹയുടെ ആൽമാരെ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ രാജാവായിട്ടിന്നെ ഭയങ്കര ക്രൂരിയായിട്ടുള്ള അങ്ങനത്തെ ഒരു രാജാവായിട്ടിന്ന ഈ ദഖിയാനൂസ് ചൊല്ല ആൾ. അപ്പോൾ അവണു ആ ദഖിയാനൂസുകളുടെ റോമുടെ രാജാവ് ആൽമാരെ വിഗ്രഹാരാധനയ്ക്ക് ഭയങ്കര പ്രേരണ ആക്കിക്കൊണ്ടിരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം പ്രಚಾರಾക്കി ഇങ്ങനത്തെ തൗഹീദിന്റെ ആശയ ಬಿಟ್ಟುಟ್ಟು വിഗ്രഹ ആരാധന ആക്കണു,
വിഗ്രഹാരാധന ആക്കുകയായിട്ട് മൂർത്തി പൂജ ആക്കുകയായിട്ട് ഭയങ്കര പ്രോത്സാഹ ആക്കിക്കൊണ്ടിരുന്ന ഇവിടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണ ഒരു വിഷയത്തിക്കർ എന്തിരെ എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ തൗഹീദിരെ അതായത് അള്ളാഹുടെ മാത്രം ഇബാദത്താക്കണു എന്ന ഒരു ആശയത്തിക്കർ എല്ലാ അമ്പിയാക്കന്മാരുടെ പ്രചാരാക്കിരെ അതിരെ പൊളിച്ചിട്ട് അതിരെ ഇല്ലാണ്ടാക്കിയിട്ട് മൂർത്തി പൂജ പ്രചാരാക്കിയത് എല്ലാ കാലത്തിലും മൂർത്തി പൂജ ചൊല്ലത് പ്രചാരാക്കിയത് അത് യൂറോപ്പിടെ ആൾമാരായിട്ടിക്കിടാറ് അതായത് യൂറോപ്പ് ചൊല്ല ഭാഗ അത് പിന്നെ ഏഷ്യ ഞങ്ങളെ ഇന്ത്യ അടക്കം ഉള്ളങ്ങനത്തെ അതുപോലെ മക്ക മദീന ഉള്ളങ്ങനത്തെ സൗദി അറേബ്യ ഈ രാഷ്ട്രങ്ങള ಬಂಡಂಗಂತೆ ಭಾಗ ಏಷ್ಯಾ ಜೊಲ್ಡೆ ಭೂಖಂಡ ಇಟ್ಟಿಕ್ಕರು ಏಷ್ಯಾ ಭೂಖಂಡತ್ತೊಟ್ಟಿಗೆ ತಟ್ಟಿ ನಿಕ್ಕಡಂಗಂತೆ ಪಿನೊರು ಭೂಖಂಡ ಇಟ್ಟಿಕ್ಕರು ಯೂರೋಪ್ ಇಂಡು വലിയ വലിയ രാഷ്ട്രമായിട്ട് കാണങ്ങനത്തെ ബ്രിട്ടൻ സ്പെയിൻ ഇറ്റലി പോലോത്തങ്ങനത്തെ വലിയ പ്രദേശ കാണുക ചെറിയെങ്കിലും അറിയപ്പെട്ട രാഷ്ട്രങ്ങൾ ഉള്ളങ്ങനത്തെ ഭാഗം ഇട്ടിക്കರು യൂറോപ്പ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്പിടെ പോയ ആൾമാരെ ഇട്ടിക്കിടാറ് അമേരിക്കത്തിലും ഇണ്ട് ആഡളിത്ത ആക്കിയിട്ടുള്ള അമേരിക്കത്തെ പ്രധാനപ്പെട്ട ആൾമാരും അതിൽ ആഡളിത്ത ഇതിൽ അധികാരത്തിലുള്ള ആൾമാരല്ല മൂലത്തിൽ യൂറോപ്പിടെ ആൾമാരിട്ടിക്കിടാറ് ഈ യൂറോപ്പിടെ ആൾമാർ എല്ലാ കാലത്തിലും അങ്ങ ഷെയ്ത്താൻ്റെ പൂജാക്കിടെ ആൾമാരാണ് പ്രത്യക്ഷത്തിൽ അങ്ങ സയൻസിലെ ആൾമാരുണ്ടും ഞങ്ങൾ വലിയ ഫിലോസഫിയും അതുപോലെ നോളജിലെ ആൾമാരുണ്ട് ചൊല്ലാറുണ്ടായെങ്കും ഉൽഗത്തിൽ സിഹറും ഷെയ്ത്താൻ്റെ സ്വറാക്കിടങ്ങനത്തെ സിഹിർ സേവ ആക്കിടങ്ങനത്തെ ഷെയ്ത്താൻ്റെ സേവ ആക്കിടെ ആൾമാരെ ഇട്ടിക്കിടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മൂർത്തി പൂജയുടെ ഇടീ ലോകത്തിൽ എല്ലാ കാലത്തിലും പ്രചാരാക്കുകയും എല്ലാ കാലത്തിലും സ്പ്രെഡാക്കുക പ്രയത്നാക്കിയ ആൾമാരാണ് അത് ഈസാ നബി അലൈഹി ഇസ്ലാം പണ്ട് മുന്നോലു മൂസ നബി അലൈഹി ഇസ്ലാമുടെ ദീന് പൊളിക്കുകയായിട്ട് അങ്ങ് ഈ ജെറുസലേമുടെ ഭാഗത്തിൽ ഷാമു ചൊല്ലെ ആ വലിയ പ്രദേശത്തിൽ അവിടെല്ലാം പല നിലക്കുള്ള മൂർത്തി പൂജയും തൗഹീദ് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അങ്ങ് പ്രചാരാക്കിയിട്ടിരുന്നാർ അത് ആ രൂപത്തിലാണ് അണ്ടത്തെ യഹൂദിങ്ങ അതായത് മൂസ നബി അലൈഹി ഇസ്ലാമുടെ അനുയായിങ്ങാട്ട് അറിയപ്പെട്ടങ്ങനത്തെ യഹൂദിങ്ങ ആ നിലക്കാണുണ്ട് ബെടക്കായി പോയി അതിരെ സമാക്കുകയായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമുടെയും വല്ലാത്ത ഉപദ്രാക്കുക പ്രയത്നാക്കിയാർ ഈ യൂറോപ്പിടെ ആൾമാർ അവസാനമായിട്ട് കൊല്ലുക പ്രയത്നാക്കിയാർ പക്ഷെ അള്ളാഹു താല അതുക്കുല്ലേ അവകാശം കൊടുത്തില്ല പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ അനുയായിങ്ങായിട്ട് ഇന്നങ്ങനത്തെ 10-12 ആൾമാർ ഇന്നാർ ഹവാരിയൂൻ ചെന്നിട്ടുള്ള ആൾമാർ ആ 10-12 ആൾമാരിൽ 10 ആൾമാരെയും കൊന്നത് യൂറോപ്യൻ സൈറ്റിക്കടെ യൂറോപ്പിടെ ആൾമാരാണ് യൂറോപ്പിടെ ഈ റോം ഇറ്റലി ചൊല്ല ഈ ഭാഗത്തുകളിൽ പോയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമുടെ ദീൻ്റെ പ്രചാരാക്കുക പോയങ്ങനത്തെ ആ അനുയായിങ്ങളെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ സ്വഹാബിങ്ങൾ ചൊല്ല ഞങ്ങളെ നബിത്തങ്ങ സ്വഹാബിങ് എന്ന പോലെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ സ്വഹാബിയായിട്ട് ഇന്നങ്ങനത്തെ ആൾമാരെ അതിക്രൂരമായിട്ട് കൊന്നങ്ങനത്തെ ചരിത്രയാണ് നമുക്ക് കാണുക അവിടെ എല്ലാ കാലത്തിൽ ദീൻ്റെ അള്ളാഹുടെ യഥാർത്ഥമായിട്ടുള്ള ദീൻ്റെ വെറുത്ത ആൾമാരാണ് യൂറോപ്പിടെ ആൾമാർ ഇണ്ട് നോക്കൂർ മനുഷ്യന്മാർക്കല്ല യാറെ ഇഷ്ടമില്ലേ മനുഷ്യന്മാർ യാറ് ആഗ്രഹിക്കടെ യൂറോപ്പ് പോകട്ടിക്കറ ലണ്ടനിക്ക് പോയിട്ട് പോകണു ലണ്ടന് പോയിട്ട് പഠിക്കണു അല്ലെ അമേരിക്കത്ത് പോയിട്ട് പഠിക്കണു സ്പെയിൻ ഭാഷ പഠിക്കണു ആ രൂപത്തിൽ ഇംഗ്ലീഷ് ഇതിരൊട്ടിಗೆ യൂറോപ്പിടെ ഭാഷയും യൂറോപ്പിടെ സംസ്കൃതിയും യൂറോപ്പിടെ ആൾമാരെ വേഷവിധാനം ഇതിരൊട്ടിಗೆ ഇട്ടിക്കറ് ആൾമാർക്ക് യാറ് ആഗ്രഹവും ഇൻട്രസ്റ്റ് ഉല്ലേ യഥാർത്ഥത്തിൽ വലിയ ഒരു ഡേഞ്ചർ ആയിട്ടിക്കറ് കാരണം യൂറോപ്പിടെ ആൾമാർ ഒരിക്കലും ഒരു കാലത്തിലും അങ്ങ് യഥാർത്ഥ ദീൻ്റെ ആൾമാരായിട്ട് ഒരിക്കലും ഇന്നിട്ടില്ല എപ്പോഴും ധർമ്മവിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ദീൻ്റെ വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ആശയപ്രചാര ആക്കി അങ്ങനത്തെ ആൾമാരായിട്ടിക്കിടാറ് ഈ ചരിത്രത്തിലും അതേ ആൾമാരാണ് പണ്ട് റോമുടെ ഒരു രാജാവാണ് ദക്കിയാനുസ്റ്റുള്ള രാജ അവനായിട്ടിക്കിട ആ കാലത്തിൽ പിന്നെ ഈ പിന്നെ റായത്തിൽ കഹ്ഫുടെ ഈ അസ്ഹാബുൽ കഹ്ഫിന്നങ്ങനത്തെ ഗുഹയുടെ താമസിച്ചങ്ങനത്തെ ആൾമാരിന്നങ്ങനത്തെ റായത്തിൽ ആൾമാരെಲ್ಲ വിഗ്രഹാരാധನೆಗೆ ಮೂರ್ತಿ ಪೂಜೆಗೆ ಪ್ರೇರಣೆ ಹಾಕಿ ಉಂಟಿಂದ ತೌಹೀದ್ ರಾಶಿಯೆಲ್ಲ ಬುಡ್ಪಾಟಿ ಉಂಟಿಂದ അങ്ങനെ അവൻ്റെ ആശയ സ്വീകരിക്കാത്ത ആൾമാരെല്ല ശക്തമായിട്ട് അതിക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരുന്ന ഭയങ്കര അവൻ്റെ ഫിത്തിന അവൻ്റെ കൊണ്ടുള്ള ഉപദ്ര വലിയതായിട്ട് പോയിട്ട് മുഅ്മിനീങ്ങുകല്ല വലിയ ദുഃഖമായിട്ട് പോയിട്ട് അപ്പോൾ ഈ ടൈമിലാണ് ഈ ഗുഹയുടെ ആൾമാർ നല്ല ചുറുചുറുക്കുള്ള ബാലക്കന്മാരായിട്ടുള്ള ആൾമാരാണ് ഇങ്ങോക്കു അങ്ങനെ കണക്കെത്തരാനിട്ട് ചൊല്ലതിൽ
ಅಭಿಪ್ರಾಯ ವ್ಯತ್ಯಾಸನೆಂಗೂ ಪ್ರಧಾನಪಟ್ಟ ಪ್ರಬಲമായ ಅಭಿಪ್ರಾಯ ಪ್ರಕಾರ 7 ಆಲ್ಮಾರಾണ് അങ്ങ് 8 ആൽമാറുണ്ടും ಬೇರೆ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഈ 7 ആൽമാർ അങ്ങ് നല്ല ചുരുക്കുള്ള നല്ല ബാലക്കന്മാർ ഖുർആൻ അങ്ങനെ നല്ല ബാലക്കന്മാരുണ്ടാണ് അങ്ങനെ ಬಗ್ಗೆ ചൊന്നരെ. ആ ബാലക്കന്മാർ ഞങ്ങൾ ഈമാനിലായിട്ട് നിൽക്കണു ചൊല്ലെ ആ ഒരു നല്ല ഹഠത്തിൽ അങ്ങ് നിണ്ടാറ്. അപ്പോൾ ഇങ്ങ ഈമാനിലായിട്ടുള്ളാರು ചൊല്ല ವಿಷಯ ಈ ದಕಿಯಾನುಸ್ ಚೊಲ್ಲ ರಾಜರೇ ಅವನಿಗೆ ಇದರ ಬಗ್ಗೆ ഒരു ഇൻഫർമേഷൻ കിട്ടും. അവൻ്റെ ജാസൂസുങ് അതായത് അവനിಗೆ ಗುಪ್ತ ಮಾಹಿತಿಯೆಲ್ಲ കൊടുക്കಡೆ ആൽമാരെ മുഖാന്തരമായിട്ട് അവനിಗೆ ಮಾಹಿತಿ കിട്ടും. അങ്ങനെ ഈ 7 ആൽമാരെ പിടിക്കുകയായിട്ട് അങ്ങനെ ബന്ധനാക്കുകയായിട്ട് അവನು ഓർഡർ ആക്കിയ. എന്നിട്ട് അവൻ്റെ മുന്നിൽ കൂട്ടിക്കൊണ്ട് വന്ന. അപ്പോൾ അവൻ്റെ മുന്നിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ಅವನು ಚೊನ್ನ ಊಡ್ರೆ ಆಲ್ಮಾರಲ್ಲ ಇಪ್ಪ ನಾನು ಚೊನ್ನ പോലെ കേട്ടോണ്ടുള്ളാറ് ನಾನು ಚೊന്ന പോലെ മൂർത്തി പൂജാക്കുക റെഡിയുള്ളാറ് നിങ്ങ മാത്രമാണ് റെഡി ആവാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ റെഡി ആവില്ല, നിങ്ങൾ മൂർത്തി പൂജ ആക്കണോണ്ട് ചൊന്നപ്പ ഈ ബാലക്കന്മാർ ഈമാനുള്ള നല്ല ചുരുക്കുള്ള ബാലക്കന്മാർ ചൊന്നാറ് റബ്ബുനാ റബ്ബുസ്സമാവാതി വല്ലർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. ഞങ്ങളെ റബ്ബ് നീ ചൊല്ലങ്ങനത്തെ ഇങ്ങനത്തെ മൂർത്തിങ്ങ ഇതൊന്നുമല്ല, നൻ്റെ റബ്ബ് യഥാർത്ഥനായ അള്ളാഹുവായിട്ടിക്കറ ആ അള്ളാഹുടല്ലാണ്ട് ഞങ്ങൾ ആരാധന ആക്കില്ലാണ്ടങ്ങ ചൊന്നാറ്. അപ്പോൾ ദഖിയാനുസ് ചൊല്ല ഈ രാജ ക്രൂരിയായിട്ടുള്ള രാജ അങ്ങനെ കൊല്ലണിത്ത. പക്ഷേ ഇങ്ങനെ നല്ല ചുരുക്കുള്ള ബാലക്കന്മാരെ കണ്ടിട്ട് അവൻ ചൊന്ന നിങ്ങൾ ചെറിയ ಬೇಸರ ബാലക്കന്മാരാണ്, ನೀವು ನಾನು ഒരു തൻ്റെ നാളെ നിങ്ങളെ തീരുമാനം നക്ക് ചൊന്തറു ചൊന്നിട്ട് അങ്ങനെ രണ്ട് ബുട്ട. ഏതായാലും ആ ബാലക്കന്മാർ പോയാറ്. അങ്ങ പ്ലാൻ ഇട്ടാറ്. ഏതായാലും ഞങ്ങൾ ഈ റായത്തിൽ നിന്നിട്ട് ഫായ്ദില്ല, ഞങ്ങൾക്കു ആശ്രയ തണ്ടങ്ങനത്തെ ഏതെങ്കിലും ഒരു പക്ക തേടിയിട്ട് ദൂരത്തെ കാಡ್ರ പ്രദേശത്തിൽ പോയിട്ട് ഞങ്ങൾ രക്ഷപ്പെടണമെന്ന് ചൊല്ലു പ്ലാൻ ആക്കിയിട്ട് ಅದಕ್ಕೆ ಬೇಣಾಯ ಸಾಮಾನೆಲ್ಲ അങ്ങ് റെഡിയാക്കിയിട്ട് ജാവുಗೆ അങ്ങ് പറത്തായാറ്. ജാവുಗೆ അങ്ങ് പോകുമ്പോൾ അങ്ങനെ പിന്നെ ഒരു നായി അങ്ങനെ പെറത്തിലെ കൂടിത്ത്. എത്രയേ ആട്ടിങ്കു ആ നായി പോയിന്റ് നിന്നിട്ടില്ല. ആ നായി അങ്ങനെ പെറത്തിലെ കൂടിത്ത്. ആ നായിയുടെ ಬಗ್ಗೆ ഖുർആനിൽ ചൊന്നರು അള്ളാഹു താല നോക്കൂ. ഇതിൽ ഈ സ്റ്റോറിയിൽ ചെമ്മ പാഠങ്ങളുണ്ട്. ഈ ചൊല്ല ആൽമാർ ഇങ്ങ അമ്പിയാക്കന്മാരല്ല, എന്നിട്ട് പോലും ഇങ്ങക്ക് അള്ളാഹു താല വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങളിലൂടെ അള്ളാഹു താല കാട്ടിക്കൊണ്ടുള്ളേ. അതുപോലെ നായി ചൊല്ല പ്രാണി സാധാരണ ഞങ്ങൾ നികൃഷ്ടമായിട്ട് ഭാരി താണ ഒരു ജീവിയായിട്ടാണ് ഞങ്ങൾ ആ നായിയുടെ കാണേണ്ടത്. പക്ഷേ ഈമാൻ്റെ ഒരു കഥ ചൊല്ലുമ്പോൾ അള്ളാഹു താല ഇടീ ലോകത്തുക്ക് ഈമാൻ എങ്ങനെ ഈമാൻ നിലനിപ്പാട്ടുകുവാനായിട്ട് എത്ര പ്രയത്ന പറണു എന്നതൊക്കെ സാക്ഷിയായിട്ട് അള്ളാഹു താല ഈ ചരിത്രം ചൊല്ലുമ്പോൾ നായുടെ ಬಗ್ಗೆ അള്ളാഹു താല പ്രത്യേകമായിട്ട് മെൻഷനാക്കിക്കൊണ്ടുള്ള ചൊല്ലത് ഞങ്ങൾ വലിയ ചിന്തിക്കണായ ഒരു വിഷയത്തിക്കറ്. അതായത് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്കുള്ളങ്ങനത്തെ സ്ഥാനമാനങ്ങ ഞങ്ങളെ തടി ഇതെന്തുമല്ല ഇമ്പോർട്ടൻ്റ് ആയത്. ഞങ്ങൾ കാട്ടറങ്ങനത്തെ അള്ളാഹുറൊട്ടിಗೆ ഞങ്ങൾക്കുള്ളങ്ങനത്തെ ഈമാനും ഞങ്ങളെ മനസ്സും അതൈട്ടിക്കറി ഇഖ്ലാസും തഖ്വയും അതാണ് പ്രധാനപ്പെട്ടത്. ഈ നായിക സ്ഥാനമാന ಬಂದೆಂದೆ ഈ ഈമാൻ്റെ രക്ഷപ്പെടുത്തുകയായിട്ട് പോയോണ്ടുള്ള ഈ ഔലിയാക്കന്മാർ ഈ അള്ളാഹുടെ ആൽമാരൊട്ടിಗೆ അത് കൂടിത്ത് എന്നുള്ള കാരണം കൊണ്ടിട്ടാണ് നായികയുടെ സ്ഥാനം വന്നത്. നായിക പോലും അത്ര വലിയ സ്ഥാനമായി പോയിട്ട്. ഏതായാലും അങ്ങനെ ഒരു പോലായപ്പോൾ അങ്ങനെ ജാവുകങ്ങ യാത്രയാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ദൂര കാಡ್ರ പ്രദേശത്തേക്ക് പോയാർ. അങ്ങനെ പോലായപ്പോൾ ഇനി പിന്നെ ആൽമാരെ ദൃഷ്ടിയിൽ പെടകുത്തീറ എന്ന നിലക്ക് ഒരു ഗുഹക്ക് പറ്റിയാർ. കഹ്ഫിലേക്ക് ആണ് പോയത്. കഹ്ഫ് ചൊന്നെങ്കിൽ സാധാരണ പിന്നെ ചെറിയ ഗുഹകല്ല ഗാറുണ്ടാണ് ചൊല്ലെ. ഗാർ സൗറുണ്ടല്ല കേട്ടല്ല, സൗർ ഗുഹ ചെറിയ ഗുഹക്ക് ഗാറുണ്ടാണ് ചൊല്ലെ. വിശാലമായിട്ടുള്ള ഗുഹകാണ് കഹ്ഫും ചൊല്ലെ. അങ്ങനെ വലിയൊരു ഗുഹകാണങ്ങ പത്തിരെ. അങ്ങനെ നായും മങ്ങളൊട്ടിക്ക് പത്തിത്ത്. ഏതായാലും പിറ്റിയാണ്ട് ഈ മനുഷ്യന്മാർ രക്ഷപ്പെട്ടാറ് എന്ന വിഷയ ദഖിയാനുസ് എന്ന ക്രൂരി രാജകു വിഷയ കിട്ടിയപ്പോൾ അവൻ്റെ സൈന്യത്തെ കൂട്ടിയോണ്ട് അവನು ഇങ്ങനെ തേടുക ഭർത്തായ. അങ്ങനെ ഏതായാലും തേടിയിട്ട് അങ്ങനെ തേടിയിട്ട് ഈ ജാഗത്തേക്ക് വന്ന് എത്തിയവണു. ഈ ഗുഹയുടെ മുട്ടമേ വന്ന് എത്തിയ. പക്ഷെ ഗുഹയുടെ മുട്ട വന്നപ്പോൾ എന്തമാ അള്ളാഹു താല അവൻ്റെ മനസ്സിൽ വലിയ പേടിയിട്ട് കൊടുത്ത അവനുക്ക് ആ ഗുഹയ്ക്ക് പത്തുക്ക് മനസ്സായില്ല. അങ്ങനെ അവൻ്റെ സൈന്യത്തൊട്ടിക്ക് ചൊന്ന ഏതായാലും ഈ ഗുഹയിൽ അങ്ങ് ഇന്നിട്ടെങ്കിൽ അങ്ങ് മരിച്ചു പോകേണ്ട രൂപത്തിൽ ഈ ഗുഹയുടെ നിങ്ങൾ ബന്ധാക്കി വിടും. അങ്ങ് അതിലുൽക പയിച്ചിട്ടങ്ങ് മരിച്ചു പോട്ട് എന്ന് അവನು ആൽമാരൊട്ടിಗೆ ആ ഗുഹയുടെ ಕಂಪ್ಲೀಟ್ ആയിട്ട് ബന്ധാക്കി വിട്ട. ഏതായാലും അള്ളാഹു താല ഈ മനുഷ്യന്മാർക്ക് ഗുഹയിൽ പത്യങ്ങനത്തെ ഈ 7 ആൽമാർക്ക് അള്ളാഹു താല നല്ലൊരു വർക്കിടെ അള്ളാഹു താല കൊടുത്ത. ആ വർക്ക്
വിശാലമായിട്ട് സുദീർഘമായിട്ടുള്ള വറക്കാണ്. അള്ളാഹു താല വലിയൊരു കറാമത്തായിട്ട് അമ്പിയാക്കന്മാരായി ആവാണ്ടിന്നിട്ട് പോലും വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു താല ഒരു വറക്കട് കൊടുത്തത്. അങ്ങനെ 300 വലിമ്പ് വർഷമാണ് അങ്ങ് അവിടെ താമസിച്ച്. 300 വലിമ്പ് വർഷം അങ്ങ് വർക്കിലായിട്ടിന്നാറ്. കാലങ്ങ കഴിഞ്ഞു പോയിട്ട് മനുഷ്യന്മാർ എത്രമാ ജനറേഷനെല്ലാം മറിച്ചു പോയാറ്. ആഡളിത്ത ആധികാരിമാർ ചേഞ്ച് ആയാറ്. മനുഷ്യന്മാരെ ജീവിതത്തെ ശൈലിങ്ങ ചേഞ്ച് ചെയ്ത് ഇങ്ങനെയുള്ള പലതും ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വർക്കിടെ ഇടൽ. പക്ഷേ ഇങ്ങനെ വറങ്ങിക്കൊണ്ടുള്ളാറ്. ഖുർആനിലെ അള്ളാഹു താല ചൊന്നിട്ടുള്ള ഇങ്ങനെ വർക്കിടെ അള്ളാഹു താല ഏതെല്ലാം രൂപത്തിൽ സെറ്റപ്പ് ആക്കിയാണ്ട് അള്ളാഹു താല ഖുർആനിൽ ചൊന്നിട്ടുള്ള നീ നോക്കൊരു സൂര്യയുടെ വെളിച്ചമാത്തി ഇങ്ങനെ മേലെ പൂന്നിട്ടെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ഡിസ്റ്റർബ് ആവുക കാരണമാവും. അപ്പോൾ അള്ളാഹു താല സൂര്യയുടെ ചലന പോലും ഇങ്ങോകു ഡിസ്റ്റർബ് ആവാത്ത രൂപത്തിലാണ് അള്ളാഹു താല ആക്കി വെച്ച്. സൂര്യയുടെ കിരണങ്ങ അത് ബൂലാത്ത പോലെ അള്ളാഹു താല സൂര്യ ഉദിക്കുമ്പോൾ ഗുഹയുടെ ഭാഗത്തിലായിട്ട് അതിൽ രശ്മി ബൂലാത്ത രൂപത്തിലാണ് അള്ളാഹു താല അതിൽ ഉദിപ്പിച്ചുകൊണ്ടിരുന്നത്. അസ്തമിപ്പിക്കുമ്പോൾ അതേ രൂപത്തിൽ ഗുഹയ്ക്ക് തട്ടാത്ത രൂപത്തിൽ അള്ളാഹു താല അതിൽ അസ്തമിപ്പിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ അതിൽ പോലും അള്ളാഹു താല സെറ്റപ്പ് ആക്കിറ. അതുപോലെ അങ്ങനെ ഭൂമി തിന്നാണ്ടിക്കുബേനായിട്ട് അങ്ങനെ അള്ളാഹു താല അപരിപ്പര മറിച്ചോണ്ട് തിന്നാട്ടാണ്. ഇതെല്ലാം ഖുർആൻ്റെ ആയത്തിൽ ഇൻഷാ അല്ലാഹ് ബണ്ട്. ഏതായാലും അങ്ങനെ 300 ചില്ലറ വർഷം അങ്ങനെ വറങ്ങിയാൽ പിന്നെ ഒരു നാൾ എൻച്ച് നോക്കുമ്പോൾ അങ്ങോകെ പിടുത്ത കിട്ടിയോണ്ടില്ല. എത്ര നങ്ങ വറങ്ങിരാണ്ടെന്നും പിടുത്ത കിട്ടിയോണ്ടില്ല. എങ്ങനെയെങ്കിലും ഏതായാലും അങ്ങനെ ഗുഹ ബന്ധാക്കി പോയങ്ങനത്തെ ഗുഹയുടെ ചെറിയൊരു രൂപത്തിലങ്ങ് അതിലെ ബായിലെല്ലാം എടുത്താറ്. അങ്ങനെ അതിൽ ഒരാളുടെ തിന്നോക്ക് ഭക്ഷണത്തിന് വേനായിട്ട് റായത്തേക്ക് കടത്തിയാറ്, പേട്ടയ്ക്ക് കടത്തിയാറ്. അങ്ങനെ അങ്ങനെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു നാണ്യം പിടിച്ചോണ്ടു ആള് പേട്ടയ്ക്ക് വന്നപ്പോൾ പാൻറ്റ് നോക്കുമ്പോൾ കണ്ട ഒരു രൂപത്തിലുള്ള പാൻറ്റ് മേലെ എല്ലാം ചേഞ്ച് ചെയ്ത് ആൾക്ക് ഞാൻ തെരുത്തപ്പി പോയേണ്ടാണ് അയാൾക്ക് സംശയമായി വന്നു പോയി. ഏതായാലും അയാൾ പൈസ പിടിച്ചോണ്ട് ഒരു ഭക്ഷണം കിട്ടങ്ങനത്തെ ഒരു ജാഗത്തേക്ക് പോയിട്ട് അത് കൊടുത്തപ്പോൾ ഈ ഭക്ഷണ ബാണ്യാക്കടങ്ങനത്തെ ആഹാര ബാണ്യാക്കടങ്ങനത്തെ കേടുത്ത് അയാൾ ഈ നാണ്യത്തെ പരിപ്പറ നോക്കിയിട്ട് അയാൾക്കും പിടുത്ത കിട്ടിയോണ്ടില്ല. ഇത് ഏത് നാണ്യ ഭാവ, ഏത് കറൻസി ഭാവ, ഏത് കാലത്തെ കറൻസി ഭാവ ഇത്. അയാളും അപ്പറിപ്പറ തിരിച്ചു നോക്കിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത് പിടുത്ത കിട്ടിയോണ്ടില്ല. ഈ ഇപ്പത്തെ നിലവിലുള്ള കറൻസിയല്ല, ഏതോ ഒരു കാലത്തെ കറൻസിയാണ്. ഏതായാലും ആൾമാരെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയാറ്. അങ്ങനെ ഇയാളുടെ ഈ വന്ന ഗുഹയുടെ ആളുടെ തനിക്കയാക്കിയാർ. എവിടെ വന്നിര നീങ്ങ എന്നെല്ലാം തനിക്കയാക്കിയാർ. അവസാനമായിട്ട് അയാൾ യാഥാർത്ഥ്യ ചൊന്തു ഇങ്ങനെ രക്ഷപ്പെടുകയായിട്ട് പോയ ആൾമാരായിട്ടിക്കറ നണ്ടൊട്ടിക്കുള്ള ആൾമാർ അവിടെ ഉള്ളാറിന് ചൊന്നിട്ടു. ഞങ്ങളെ ദക്കിയാനുസുള്ള രാജാവു ഞങ്ങളെ ആക്രമിക്കുക പ്രയത്നാക്കി അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുക പോയതാണ് എന്നെല്ലാം യാഥാർത്ഥ്യം ചൊന്നു. നോക്കുമ്പോൾ ആ കാലത്തിൽ എണിക്കിற കാലത്തിലെല്ലാം ചേഞ്ച് ആയിട്ട് അണ്ടത്തെ രാജാവ് നല്ല രാജാവായിട്ട് ദീനിൽ നല്ല വിശ്വാസമുള്ളങ്ങനത്തെ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ദീനിൽ വിശ്വാസമുള്ളങ്ങനത്തെ രാജാവായിട്ട് അങ്ങനെ ഈ ബിഷിയല്ല രാജാവ് എത്തുപാട്ടിയാറ്. രാജാവും സൈന്യവും ഗുഹയുടെ ആൽമാറ മുട്ട വന്നാറ്. അങ്ങനെ ഗുഹയുടെ ആൽമാറ മുട്ട വന്നിട്ട് ഗുഹയുടെ ആൽമാർ വരുമ്പോൾ ഒരു പേടിന്തങ്ങോക്കും. ഈ രാജാവും ഞങ്ങൾ എന്തെങ്കിലും ആക്രമിക്കുവാണ്ട് പേടിന്ത് അങ്ങനെ നിസ്കാരത്തിലായിട്ട് മുങ്ങിന്നാറ്. പക്ഷേ ഈ രാജാവ് നല്ല രാജാവുണ്ട് അറിഞ്ഞപ്പോൾ ആ രാജാവ് അങ്ങനെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് ഗുഹയുടെ ആൽമാർക്ക് രണ്ടാമതൊരു വർക്ക് വന്നിട്ട് അള്ളാഹു താല അങ്ങനെ റൂഹ് പിടിച്ചിട്ടാണ്. അങ്ങനെ രാജാവ് അവിടെ ഈ ഗുഹയുടെ ആൽമാരെ ഒരു സ്മരണാർത്ഥമായിട്ട് അങ്ങനെ ഇത് വലിയൊരു വിഷയമല്ലേ, ആൽമാർക്ക് ഇതൊരു വലിയ അടയാളമാണ്. മനുഷ്യന്മാർ മറിച്ചൽ രണ്ടാമത് എണിക്കുകൊണ്ടു അതൊന്നും വലിയ അത്ഭുതമായ സംഗതി എന്തുമല്ല. അള്ളാഹുടെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുടെ തട്ടിച്ചു നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം എന്തല്ല. അള്ളാഹു എല്ലാം ആവുടു എന്നതുക്കുള്ള വലിയൊരു അടയാളമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജാവ് ഇങ്ങനെ എല്ലാ വർഷം ഇങ്ങനെ സ്മരണ നടക്കണു, ഇങ്ങനെ നെനപ്പു എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവണു എന്ന നിലക്ക് അവിടെ ഒരു പള്ളി കെട്ടുകുബേനായിട്ട് ആ ഗുഹയുടെ മുട്ട പള്ളി കെട്ടുകുബേനായിട്ട് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഒരു പള്ളിയെല്ലാം കെട്ടിയാറിട്ടാണ്. ഇങ്ങനെ ഇട്ടിക്കറ് ഗുഹയുടെ ആൽമാരെ ചരിത്ര ഷോർട്ടായിട്ട് ചൊന്നെങ്കിൽ ഈ രൂപത്തിലാണുള്ളത്. ഈ ഒരു ചരിത്ര ഇത് കേവല ഇസ്ലാമിയുടെ മുസ്ലിമീങ്ങൾ
കിതാബുകളിൽ ഇസ്ലാമിൻ്റെ കിതാബുകളിൽ മാത്രമുള്ളതല്ല. ഇത് നസ്രാനിങ്ങളിലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾമാരും അങ്ങനെ പിന്നെ ഗ്രന്ഥങ്ങളിലും കാണ്ടങ്ങനത്തെ ഒരു സ്റ്റോറി ആയിട്ടിക്കറ്. ഇപ്പോഴും പോലും ഈ പിന്നെ കേവുടെ ആൾമാർ, അതായത് ഗുഹയുടെ ആൾമാരെ സ്മരണങ്ങ ഇപ്പോഴും ക്രിസ്ത്യൻസ് ഇങ്ങനെ വർഷം ആക്കിക്കൊണ്ടിരിക്കിടാറ്. അത് ആ ഈമാൻ്റെ അങ്ങനെ ദീൻ്റെ ശക്തമായിട്ട് നിലനിപ്പാട്ടിട്ട് അതിൽ നിലനിൽക്കുകയായിട്ട് പ്രയത്നാക്കി അങ്ങനത്തെ ആ ആൾമാർ എന്ന നിലക്കാണ് അങ്ങനെ സ്മരണാക്കടെ. അത് എല്ലാ കാലത്തിലും സ്മരണാക്കണമായ വിഷയമാണ്. പ്രത്യേകിച്ച് ഇണ്ട് അള്ളാഹുത്താല ഇത് ഉമ്മത്ത് മുഹമ്മദ് ഞങ്ങൾക്കു അള്ളാഹുത്താല ചൊന്തണ്ടെന്നിക്ക് ഞങ്ങളെ സമുദായത്തിൽ ഉമ്മത്ത് മുഹമ്മദിൽ ഈമാനുക്ക് വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ പല നമുത്തുള്ള അങ്ങനത്തെ ഉപദ്രവ പണ്ട് ഈമാനുക്ക് ഉള്ള അങ്ങനത്തെ ഉപദ്രവ പണ്ട് ആ കാലത്തിൽ എന്തൊരു ഉപദ്രവന്നെങ്കും അത് ശക്തമായിട്ട് അതിനെ വിരുദ്ധമായിട്ട് നിന്നിട്ട് ഈമാൻ്റെ നിലനിപ്പാട്ടങ്ങനത്തെ നല്ല ചുരുക്കുള്ള ബാലക്കന്മാർ, അത് വയസ്സിൽ ബാലക്കാരാവട്ടില്ല, മനസ്സുകൊണ്ടിട്ടെങ്കിലും നല്ല ചുരുക്കുള്ള ബാലക്കന്മാർ ഉണ്ടാവണു എന്ന നിലക്കാണ് അള്ളാഹുത്താല ഞങ്ങൾക്ക് ഈ ചരിത്രം ഞങ്ങൾക്ക് അള്ളാഹുത്താല പടിപ്പാട്ടി തന്നുകൊണ്ടില്ലേ. ഇൻഷാ അല്ലാ അതിലെ ഓരോ ആയത്തോതിട്ടുള്ള അങ്ങനത്തെ വിശദീകരണം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്കുക. അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.